ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് തുറന്ന ആദ്യ 15 മിനിറ്റിൽ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ അതെന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടോ? അതില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനെ തന്നെ ട്രേഡിലേക്ക് ചാടി വീഴുന്ന ഒരാളാണോ നിങ്ങൾ? ഒരു ട്രാഫിക് സിഗ്നലിൽ ഗ്രീൻ ലൈറ്റ് കണ്ട ഉടനെ അപ്പുറവും ഇപ്പുറവും ഒന്നും നോക്കാതെ വണ്ടി മുന്നോട്ടെടുക്കുന്നത് പോലെ അപകടം പിടിച്ച ഒരു പരിപാടിയാണിത്. ആദ്യത്തെ കുറച്ച് മിനിറ്റിനുള്ളിൽ ഒരു പൊസിഷൻ കയ്യിലില്ലെങ്കിൽ എന്തോ വലിയൊരു ചാൻസ് മിസ്സായി പോകും എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കാറുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നിമിഷം നിൽക്കുക. ഈ ഒരു തിടുക്കം കാരണം മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനെ ട്രേഡ് ചെയ്ത് പൈസ കളയുന്ന ലക്ഷക്കണക്കിന് ഇൻവെസ്റ്റർമാരിൽ ഒരാളായി പോകാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ല. അതിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികളാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. രാവിലെ മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് ഒരു ഐഡിയയും ഇല്ലാതെ വെറും ഊഹത്തിൽ ട്രേഡ് ചെയ്ത് ലോസ് വരുത്തുന്ന ഒരുപാട് പേരിൽ ഒരാളായിട്ട് നിങ്ങൾ മാറില്ല. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ബൈ ചെയ്ത് അത് താഴേക്ക് വരുമ്പോൾ സെൽ ചെയ്ത് അവസാനം അക്കൗണ്ട് കാലിയാക്കുന്ന ഒരാളിൽ നിന്ന് ഒരു സ്മാർട്ട് ഇൻവെസ്റ്ററിലേക്കുള്ള ഒരു വളർച്ച തുടങ്ങാൻ നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്കിന് കാരണം അറിവില്ലായ്മയല്ല, മറിച്ച് ക്ഷമയില്ലായ്മയാണ്. ഒരു പ്രൊഫഷണൽ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ആദ്യത്തെ 15 മിനിറ്റ് ദിവസത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്താണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വോളറ്റാലിറ്റി, അതായത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നത്. വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും പ്രൊഫഷണൽ ട്രേഡേഴ്സും ഒക്കെ അവരുടെ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ന്യൂസിനോടുള്ള മാർക്കറ്റിലെ ആദ്യത്തെ റിയാക്ഷൻ വരുന്ന അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടാത്ത ഒരു സമയമാണിത്. നമുക്കിതിനെ റഫായിട്ടുള്ള ഒരു കടലുമായിട്ട് കമ്പയർ ചെയ്യാം. തിരമാല എങ്ങോട്ട് എപ്പോഴടിക്കുന്നു എന്ന് വ്യക്തമാകുന്നതിന് മുമ്പ് കടലിലേക്ക് ചാടുന്നത് എത്ര റിസ്കിയാണോ അത്രയും തന്നെ റിസ്കിയാണ് ഈ സമയത്തെ ട്രേഡിംഗ്. അപ്പോൾ ട്രേഡ് ചെയ്യാതെ തന്നെ ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് മാർക്കറ്റിനെ ശരിയായി മനസ്സിലാക്കാനും വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാനുമുള്ള 3 സിമ്പിൾ വഴികൾ നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. ഈ വീഡിയോ കഴിയുമ്പോൾ ആവേശത്തിൽ ട്രേഡ് ചെയ്യുന്ന ശീലത്തിൽ നിന്ന് മാറി ക്ഷമയോടെ മാർക്കറ്റിനെ വാച്ച് ചെയ്ത് ഒരു പ്രൊഫഷണലിനെ പോലെ ബിഹേവ് ചെയ്യാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ട്രേഡിംഗിലെ സാധാരണ മിസ്റ്റേക്കുകളിൽ പലതും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. മാർക്കറ്റ് തുറന്ന് 9:15 മുതൽ 9:30 വരെയുള്ള സമയത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിന് പകരം ചെയ്യേണ്ട ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡേറ്റ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിൽ പലരും 9:15 മാർക്കറ്റിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നത്. എന്നാൽ ഒരു സ്മാർട്ട് ട്രേഡർ അതിനു മുമ്പേ പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കും. ഒരു ഫുട്ബോൾ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ടീമുകൾ വാമപ്പ് ചെയ്യുന്നത് പോലെയാണ് കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്ലേയേഴ്സ് എന്ത് ഫോമിലാണെന്ന് ആ വാമപ്പ് സെഷൻ നമുക്കൊരു സൂചന തരും. ഇന്ത്യൻ മാർക്കറ്റ് 9:15 നോർമൽ ട്രേഡിംഗിനായിട്ട് ഓപ്പൺ ആവുന്നതെങ്കിലും 9 മണി മുതൽ 9:15 വരെയുള്ള ഒരു പ്രീ ഓപ്പൺ സെഷൻ ഉണ്ട്. ഈ സമയത്താണ് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് ഏകദേശം എവിടെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പ്രധാനമായിട്ടും ഇക്വിറ്റി ക്യാഷ് സെഗ്മെന്റിലെ ഈ 15 മിനിറ്റിനെ 3 നമുക്ക് തിരിക്കാം. 9 മുതൽ 9:08 വരെയുള്ള സമയം നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും പറ്റും. 9:08 മുതൽ 9:12 വരെയുള്ള സമയത്ത് കൊടുത്ത ഓർഡറുകൾ മാച്ച് ചെയ്ത് ഓപ്പണിംഗ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നു. ഈ സമയത്ത് പുതിയ ഓർഡറുകൾ കൊടുക്കാനോ പഴയവയെ മാറ്റം വരുത്താനോ നമുക്ക് കഴിയില്ല. പക്ഷേ അതിനുശേഷം 9:12 മുതൽ 9:15 വരെ ഒരു ബഫർ പീരീഡ് ആണ്. പ്രീ ഓപ്പൺ സെഷനിൽ നിന്ന് നോർമൽ മാർക്കറ്റ് സെഷനിലേക്കുള്ള ഒരു ട്രാൻസിഷന് വേണ്ടിയുള്ള സമയമാണിത്. ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയം 9:08 ശേഷം വരുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് NSE ഇന്ത്യ വെബ്സൈറ്റിലോ നിങ്ങളുടെ ബ്രോക്കറുടെ ടെർമിനലിലോ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡേറ്റ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ സംഭവിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഒരു സ്റ്റോക്ക് ഇന്നലെ 100 രൂപയിൽ ക്ലോസ് ചെയ്തു. ഇന്ന് രാവിലെ പ്രീ ഓപ്പൺ സെഷനിൽ അത് 103 രൂപയിലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എന്ന് കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊരു 3% ഗ്യാപ്പ് അപ്പ് ആണ്. ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രീ ഓപ്പൺ ഡേറ്റ നോക്കുന്നതിലൂടെ ആ ദിവസത്തെ മാർക്കറ്റിന്റെ ഒരു ജെന്റിൽ സെന്റിമെന്റ് എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നിഫ്റ്റിയിലോ അല്ലെങ്കിൽ സെൻസെക്സിലോ ഉള്ള മിക്കവാറും പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം. തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് സെന്റിമെന്റ് ആയിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് കാണുകയാണെങ്കിൽ ആ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട നല്ല ന്യൂസുകൾ വന്നിരിക്കും, അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻ അനുകൂലമായിരിക്കും. ചിലപ്പോൾ പ്രത്യേക വാർത്തകളൊന്നുമില്ലാതെ ഓർഡേഴ്സിലെ വ്യത്യാസം കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സ്റ്റോക്ക് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു എന്ന് കരുതി ഉടൻ തന്നെ ആ സ്റ്റോക്ക് ബൈ ചെയ്യരുത്. പലപ്പോഴും വലിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത സ്റ്റോക്കുകൾ കുറച്ച് താഴേക്ക് വരാറുണ്ട്. ഇതിനെ ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറയും. ഇതിനെ ഒരു വലിച്ചു നീട്ടിയ റബ്ബർ ബാൻഡ് പോലെ ചിന്തിക്കാം. റബ്ബർ ബാൻഡ് ഒരുപാട് വലിച്ചു നീട്ടിയാൽ
അത് കുറച്ചൊന്ന് പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു വന്ന ശേഷമേ വീണ്ടും മുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുപോലെയാണ് പ്രൈസും. അതുകൊണ്ട് തന്നെ പ്രീ ഓപ്പൺ ഡേറ്റയുടെ ബേസിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ബുദ്ധിയല്ല, മറിച്ച് ആ ദിവസത്തെ പോസിബിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുകയും ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി വാച്ച് ലിസ്റ്റ് റെഡിയാക്കാനുമുള്ള നല്ല അവസരമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ 15 മിനിറ്റിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് ORB. ഇപ്പോൾ സമയം ഏതാണ്ട് 9:15 ആവുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ വാച്ച് ലിസ്റ്റ് കയ്യിലുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. പകരം അടുത്ത 15 മിനിറ്റ്, അതായത് 9:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ചാർട്ടിൽ 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിം സെലക്ട് ചെയ്യുക. 9:15 തുടങ്ങി 9:30 തീരുന്ന ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ ഫുള്ളായിട്ട് ഫോം ആകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ആ ക്യാൻഡിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ആ 15 മിനിറ്റ് ക്യാൻഡിലിൽ ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ ഒരു ലൈൻ വരയ്ക്കുക. അതിന്റെ തൊട്ട് ഏറ്റവും താഴത്തെ പോയിന്റിലും ഒരു ലൈൻ വരയ്ക്കുക. ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള സ്ഥലത്തെയാണ് ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ച് ആ ദിവസത്തെ ട്രേഡിംഗിലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സോണാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു റേഞ്ച് ഇത്ര ഇമ്പോർട്ടന്റ് ആകുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ 15 മിനിറ്റിൽ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലൊരു ശക്തമായിട്ടുള്ള വടംവലി തന്നെ നടക്കും. ഈ വടംവലിയുടെ ഫലമായിട്ടുണ്ടാവുന്ന ആ ഒരു ബൗണ്ടറികളാണ് ആ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ റേഞ്ചിന്റെ ബ്രേക്ക്ഔട്ടിനായിട്ട് കാത്തിരിക്കുകയാണ്. അതായത് പ്രൈസ് ഈ റേഞ്ചിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ശക്തമായിട്ട് കടന്നു പോകുന്നതിനായിട്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അപ്പൊ ഒരു ബുള്ളിഷ് സിഗ്നൽ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. എപ്പോഴാണ് പ്രൈസ് ഈ 15 മിനിറ്റ് ഹൈക്ക് മുകളിൽ പോയി ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്, അത് ബുൾസിന്റെ സൈന്യം ബിയേഴ്സിന്റെ പ്രതിരോധം ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുന്നതിന് തുല്യമാണ്. ബയേഴ്സ് മാർക്കറ്റിന്റെ കൺട്രോൾ എടുക്കാൻ നോക്കുന്നു എന്നതിന്റെ ഒരു സിഗ്നൽ ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. അതുപോലെ തന്നെ അതർ സൈഡിൽ ബിയറിഷ് സിഗ്നൽ നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ലോയിന് താഴെയാണ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ സെല്ലേഴ്സ് ശക്തി പ്രാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വരകൾക്കിടയിലുള്ള സ്ഥലം ഒരു നോ ട്രേഡിംഗ് സോൺ ആയിട്ട് നമ്മൾ കണക്കാക്കണം. ഈ രണ്ട് ലെവലുകൾക്കിടയിലുള്ള ആ ഒരു യുദ്ധഭൂമി പോലെയാണ് നമ്മൾ ആ ഒരു ഓപ്പണിംഗ് റേഞ്ചിനെ കണക്കാക്കേണ്ടത്. ഡയറക്ഷൻ ക്ലിയർ ആവുന്നതിന് മുമ്പ് ചാടി കയറി റിസ്ക് എടുക്കാൻ നിൽക്കരുത്. ഈ സ്ട്രാറ്റജിയുടെ ഗുണം എന്താണെന്ന് നോക്കിയാൽ ആദ്യത്തെ കുറച്ച് മിനിറ്റുകളിലെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള വോളറ്റാലിറ്റിയിൽ കുരുങ്ങി പോകാതിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിലൂടെ ഈ ഇനീഷ്യൽ ബഹളങ്ങളൊക്കെ ഒന്ന് അടങ്ങുകയും മാർക്കറ്റ് കുറച്ചുകൂടി ക്ലിയർ ആക്കാനുള്ള ഒരു ഡയറക്ഷൻ തരാനും നമ്മൾ സമയം കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ക്യാൻഡിൽ ആ റേഞ്ചിന് പുറത്ത് ക്ലോസ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക്ഔട്ട് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോ ഇനി നമുക്ക് ആ ഒരു മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. ഗ്ലോബൽ മാർക്കറ്റും ന്യൂസും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും നമ്മുടെ മാർക്കറ്റ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല. അതിനെ ഒരു ഓർക്കസ്ട്ര പോലെ കാണണം. ഓരോ രാജ്യത്തിന്റെ മാർക്കറ്റും ഓരോ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് നടത്തുന്നത് വളരെ നല്ലതാണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. ഗിഫ്റ്റ് എവിടെ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന നമുക്ക് തരുന്നുണ്ട്. ഗിഫ്റ്റ് നല്ല ഗ്രീൻ ആണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗും നഷ്ടത്തിലാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗും നമുക്ക് നേരത്തെ തന്നെ അറിയാൻ കഴിയും. ഇതൊരു സൂചന മാത്രമാണ്. ചിലപ്പോൾ യഥാർത്ഥ ഓപ്പണിംഗ് ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ US മാർക്കറ്റ്, ഡൗ ജോൺസ്, S&P, നസ്ഡാക്ക് ഒക്കെ തലേ ദിവസം അമേരിക്കൻ മാർക്കറ്റുകൾ എങ്ങനെയാണ് ക്ലോസ് ചെയ്തത് എന്ന് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ഈ ഓപ്പണിംഗിനെ സ്വാധീനിക്കുന്ന പ്രധാന ഫാക്ടറാണ് ഈ ഒരു ഇൻഡെക്സുകളൊക്കെ. അപ്പോ പ്രത്യേകിച്ച് നസ്ഡാക്ക് സൂചികയിലെ മാറ്റങ്ങൾ നമ്മുടെ IT സ്റ്റോക്കുകളിൽ റിഫ്ലക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ്, നിക്കി, ഹാൻസാങ്, ജപ്പാൻ, ഹോങ്കോങ് പോലെയുള്ള ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിന് മുൻപേ തുറക്കുന്നതാണ്. നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നത് ലൈവായിട്ട് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ന്യൂസുകൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വാർത്തകൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കമ്പനിയുടെ റിസൾട്ടുകൾ, ഗവൺമെന്റ് പോളിസികൾ, RBI അനൗൺസ്മെന്റുകൾ, ക്രൂഡ് ഓയിലിന്റെ വിലയിലെ മാറ്റങ്ങൾ, ഡോളർ രൂപ എക്സ്ചേഞ്ച് റേറ്റ്, ഇതെല്ലാം മാർക്കറ്റിനെ എഫക്ട് ചെയ്യും. ഉദാഹരണത്തിന് ക്രൂഡ് ഓയിൽ വില കൂടിയാൽ അത് പെയിന്റ്, ഏവിയേഷൻ കമ്പനികൾക്ക് നെഗറ്റീവാണ്. ഈ വിവരങ്ങളെല്ലാം കൂടി വെച്ച് മാർക്കറ്റിന്റെ ഒരു ബിഗ് പിക്ചർ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ എടുക്കാൻ പോകുന്ന ട്രേഡ് മാർക്കറ്റിന്റെ ജനറൽ ഫ്ലോന് അനുകൂലമാണോ എന്നുകൂടി നമ്മൾ ഒന്നുകൂടി ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലോകമെമ്പാടുമുള്ള മാർക്കറ്റുകളെല്ലാം നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാത്രം ഒരു ബ്രേക്ക്ഔട്ട് തന്നു എന്ന് കരുതി ബൈ ചെയ്യുന്നത് കൂടുതൽ റിസ്കിയാണ്. അപ്പോൾ എല്ലാ കണ്ടീഷൻസും പോസിറ്റീവ് ആയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്രേക്ക്ഔട്ടിന് നല്ല സക്സസ് റേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ആ 3 കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാം. ഒന്നാമതായിട്ട് പ്രീ ഓപ്പൺ മാർക്കറ്റ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. 9:08 ശേഷം ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ സ്റ്റോക്കുകൾ കണ്ടെത്തി ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക. രണ്ടാമതായിട്ട് 15 മിനിറ്റിലെ ഹൈലോ മാർക്ക് ചെയ്യുക. 9:30 വരെ വെയിറ്റ് ചെയ്ത് ആ ഓപ്പണിംഗ് റേഞ്ചിന് പുറത്ത് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കുക. മൂന്നാമതായിട്ട് ഗ്ലോബൽ മാർക്കറ്റും ന്യൂസും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഗിഫ്റ്റ് നിഫ്റ്റി, US മാർക്കറ്റുകൾ, പ്രധാന വാർത്തകൾ ഇവ പരിശോധിച്ച് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ഒരു ഡയറക്ഷനും സെന്റിമെന്റ്സും ഒക്കെ മനസ്സിലാക്കി വെക്കുക.
അപ്പോൾ ഈ 3 കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ ചെലവഴിക്കുന്നത് വെറും 15 മിനിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു 15 മിനിറ്റിലെ ക്ഷമ ആവേശത്തിലെടുക്കുന്ന ഒരുപാട് തെറ്റായ ട്രേഡുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും. ട്രേഡിംഗ് എന്നത് 100 മീറ്റർ റേസ് അല്ല, അതൊരു മാരത്തോൺ ആണ്. അപ്പോൾ ഒരു വേട്ടക്കാരനെ പോലെ ശരിയായ അവസരത്തിനായിട്ട് മണിക്കൂറുകളോളം ക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ ഒരു നല്ല ട്രേഡർ പ്രോഫിറ്റ് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം. ശരിയായ അവസരത്തിനായിട്ട് കാത്തിരുന്ന വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടി ട്രേഡ് ചെയ്യുന്നവരാണ് അവസാനം വിജയിക്കുന്നത്. ഓർക്കുക, ട്രേഡിംഗിലെ ഏറ്റവും വലിയ വിജയം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ലോസ് കൺട്രോൾ ചെയ്യുന്നത് കൂടിയാണ്. ഫസ്റ്റ് ഒബ്സർവ് ദെൻ ആക്ട്. അതാണ് ഒരു സ്മാർട്ട് ട്രേഡറുടെ രീതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ട്രേഡർ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റുകളായിട്ട് അറിയിക്കുക. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.